Hello everyone, welcome to Workis English Learning. ഈ വീഡിയോയിൽ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് റൂൾസിൽ അടുത്തൊരു റൂള് നോക്കാം. ടു സബ്ജക്ട്സ് ജോയിൻഡ് ബൈ ഓർ നോട്ട്, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ടേക്ക് ദ വെർബ് അഗ്രീസ് വിത്ത് ദ സബ്ജക്ട് ക്ലോസസ്റ്റ് ടു ഇറ്റ്. എക്സാമ്പിൾ നോക്കുമ്പോൾ എന്താണിതെന്ന് മനസ്സിലാവും. നെയ്തർ മൈ ഫാദർ നോർ മൈ മദർ കഴിഞ്ഞിട്ട് ഇവിടെ ഗോസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തേക്കുന്നത്, അല്ലെ? ഗോസ് ടു യൂണിവേഴ്സിറ്റി. ഇവിടെ എന്തുകൊണ്ടാണ് ഗോ എന്ന് എഴുതാതെ ഗോസ് എന്ന് എഴുതിയത്? ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ റൂള്. ഇവിടെ സബ്ജക്റ്റിന്റെ അടുത്ത് ആണ് ഈ ഗോ എന്നുള്ള അല്ലെങ്കിൽ ഗോസ് എന്നുള്ള ഈ വേർബ് കിടക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ മതി, വേർബിന്റെ അടുത്തുള്ള സബ്ജക്റ്റ് ഏതാണ്, അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ എന്ന് നോക്കാം. ഇവിടെ ഈ വേർബിന്റെ അടുത്ത് കിടക്കുന്ന ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, മദർ, ഒരാളേ ഉള്ളൂ. അതുകൊണ്ടാണ് സിംഗുലർ വേർബ് ആയിട്ടുള്ള ഗോസ് ഉപയോഗിച്ചത്. വേർബിന്റെ അടുത്തുള്ള സബ്ജക്റ്റ് നോക്കാം. ഓക്കെ, ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ് ഉപയോഗിക്കാം. നമുക്ക് വേറൊരു എക്സാമ്പിളിൽ പ്ലൂറൽ സബ്ജക്റ്റ് അപ്ലൈ ചെയ്തത് നോക്കാം. എയ്തർ ദ പ്രിൻസിപ്പാൾ ഓർ ദ ടീച്ചേഴ്സ്. കണ്ടോ, ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇവിടെ എസ് ഉണ്ട്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ടീച്ചർമാര്. അപ്പോൾ ഇതിന്റെ അടുത്ത് പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. കണ്ടോ, അറ്റൻഡ്. അറ്റൻഡ് എന്നുള്ളത് പ്ലൂറൽ വേർബ് ആണ്. അറ്റൻഡ് ദ മീറ്റിംഗ്. ഇവിടെ ടീച്ചർ എന്നായിരുന്നെങ്കിൽ ഇവിടെ അറ്റൻഡ്സ് എന്ന് വരും. ടീച്ചേഴ്സ് ആണ്, ടീച്ചേഴ്സ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് അറ്റൻഡ് എന്ന് പറയുന്ന പ്ലൂറൽ വേർബ് ഉപയോഗിച്ചത്. ഇത്രേ ഉള്ളൂ. വേർബിന്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.